കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒരു സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം കാണുവാനും അവസാന പദം അഥവാ എന്നാം പദം കാണുവാനുമാണ്. ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ സമാന്തര ശ്രേണികളിൽ മിക്കതും ആദ്യ പദവും പൊതുവ്യത്യാസവും വ്യത്യസ്തമായിരുന്നു. എന്നാൽ ആദ്യ പദവും പൊതുവ്യത്യാസവും തുല്യമാണെങ്കിൽ എന്നാം പദം അഥവാ അവസാന പദം വളരെ എളുപ്പത്തിൽ കാണുവാൻ കഴിയും. അതിനുവേണ്ടി xn സമം a + n-1 ഇൻറ്റു d എന്ന ഇക്വേഷൻ ഉപയോഗിക്കേണ്ട കാര്യമില്ല. പകരം xn സമം n ഇൻറ്റു d എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഉദാഹരണത്തിന് 4, 8, 12, 16 എക്സെട്ര ഇങ്ങനെ പോകുന്ന ഒരു സമാന്തര ശ്രേണിയിലെ 10ാം പദവും 24ാം പദവും കണ്ടു നോക്കാം. ഇതിലെ പൊതുവ്യത്യാസം സമം d സമം 8 - 4 സമം 4. അതായത് സമാന്തര ശ്രേണിയിലെ രണ്ടാമത്തെ പദത്തിൽ നിന്ന് ആദ്യത്തെ പദമായ 4 കുറയ്ക്കുമ്പോൾ നമുക്ക് 4 കിട്ടുന്നു. അത് പൊതുവ്യത്യാസം. ഇതിലെ ആദ്യ പദം സമം 4. സമാന്തര ശ്രേണിയിലെ ആദ്യ പദം 4. അതായത് സമാന്തര ശ്രേണിയിലെ ആദ്യ പദവും പൊതുവ്യത്യാസവും തുല്യമാണ്. 4 തന്നെയാണ് സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസവും ആദ്യ പദവും. അപ്പോൾ ഈ ശ്രേണിയിലെ 10ാം പദം കാണാൻ xn സമം n ഇൻറ്റു d എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഇതിൽ n സമം 10 എത്രാമത്തെ പദമാണോ കാണേണ്ടത് അതാണ് n സമം 10. d സമം 4 പൊതുവ്യത്യാസം നമുക്ക് കിട്ടിയത് 4. അപ്പോൾ 10ാം പദം അഥവാ x10 സമം n ഇൻറ്റു d അതായത് 10 ഇൻറ്റു 4. 10 ഇൻറ്റു 4 സമം 40. അപ്പൊ ഈ സമാന്തര ശ്രേണിയിലെ 10ാം പദം 40 എന്ന് കണ്ടെത്തി. അത് xn സമം n ഇൻറ്റു d എന്ന ഇക്വേഷൻ ഉപയോഗിച്ചു. അതുപോലെ തന്നെ 24ാം പദം കാണാനായിട്ട് ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. കാരണം പൊതുവ്യത്യാസവും ആദ്യ പദവും ഒന്ന് തന്നെയാണ്. n സമം 24, d സമം 4. xn സമം n ഇൻറ്റു d അഥവാ 24 ഇൻറ്റു 4. 24നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 96 കിട്ടുന്നു. അപ്പോൾ 24ാം പദം സമം 96. ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത് ആദ്യ പദം അഥവാ എയും പൊതുവ്യത്യാസം അഥവാ ഡിയും തുല്യമാണെങ്കിൽ മാത്രമേ ഈ രീതിയിൽ ഉത്തരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ആദ്യ പദവും പൊതുവ്യത്യാസവും വ്യത്യസ്തമാണെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷനായ a + n-1 ഇൻറ്റു d എന്ന ഇക്വേഷൻ തന്നെ ഉപയോഗിക്കണം. ഇനി നമുക്ക് പൊതുവ്യത്യാസം മാത്രം തന്നിട്ട് അതിൽ നിന്ന് ഒരു സമാന്തര ശ്രേണി എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതാം എന്ന് നോക്കാം. ആദ്യം പൊതുവ്യത്യാസം 4 ആയ ഒരു സമാന്തര ശ്രേണി എഴുതുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സംഖ്യ ആദ്യ പദമായി എഴുതുക. അതിനുശേഷം അതിനോട് പൊതുവ്യത്യാസം കൂട്ടി ഒരു ശ്രേണി ഉണ്ടാക്കുക. ആദ്യ പദമായിട്ട് നമുക്ക് 3 എന്ന സംഖ്യ എടുക്കാം. ശേഷം അതിനോട് പൊതുവ്യത്യാസം 4 കൂട്ടുമ്പോൾ രണ്ടാം പദമായി 7 കിട്ടുന്നു. അതിനുശേഷം ഈ 7നോട് വീണ്ടും പൊതുവ്യത്യാസം 4 കൂട്ടുമ്പോൾ മൂന്നാം പദമായ 11 കിട്ടും. ഈ 11നോട് വീണ്ടും പൊതുവ്യത്യാസം 4 കൂട്ടുമ്പോൾ 15 കിട്ടുന്നു. ഇങ്ങനെ 4, 5 സംഖ്യകൾ എഴുതി കഴിഞ്ഞാൽ ഒരു സമാന്തര ശ്രേണി രൂപപ്പെടുന്നു. ഇതുപോലെ ഏതെങ്കിലും ഒരു സംഖ്യയെ ആദ്യ പദമായി എഴുതിയ ശേഷം അതിനോട് പൊതുവ്യത്യാസം കൂട്ടി കൂട്ടി എഴുതുമ്പോൾ നമുക്ക് ഒരു സമാന്തര ശ്രേണി കിട്ടുന്നു. ഇനി അടുത്ത ചോദ്യം കാണുമ്പോൾ വളരെ പ്രയാസമെന്ന് തോന്നുകയും എന്നാൽ ചെയ്തു നോക്കുമ്പോൾ വളരെ എളുപ്പവുമായ ഒരു ചോദ്യമാണ്. ആദ്യ പദം 8ഉം പൊതുവ്യത്യാസം 5ഉം ആയ സമാന്തര ശ്രേണി എഴുതുക. ഇതിലെ 20ാം പദവും n-ാം പദവും കാണുക. ഇതിലെ ആദ്യ പദം 8 ആണ്. ഈ ആദ്യ പദത്തോടു കൂടി പൊതുവ്യത്യാസം കൂട്ടിയാൽ രണ്ടാമത്തെ പദവും, രണ്ടാമത്തെ പദത്തോടു കൂടി പൊതുവ്യത്യാസം വീണ്ടും കൂട്ടിയാൽ മൂന്നാമത്തെ പദവും, ഇങ്ങനെ കിട്ടുന്ന ഓരോ പദത്തോടും ഇതേ പൊതുവ്യത്യാസം കൂട്ടി എഴുതുമ്പോൾ സമാന്തര ശ്രേണിയിലെ ഓരോ പദവും കിട്ടുന്നു. ഇങ്ങനെ 4, 5 പദങ്ങൾ എഴുതിയാൽ ഒരു സമാന്തര ശ്രേണിയായി. ഇനി ഇതിലെ 20ാം പദം കാണാൻ നമ്മൾ ആദ്യം പഠിച്ചിരുന്ന ഇക്വേഷൻ എഴുതണം. അതായത് xn സമം a + n-1 ഇൻറ്റു d. ഇതിൽ നമ്മൾ എയും എന്നും ഡിയും കാണണം. അതായത്
ആൻഡ് കണ്ടെത്തണം. ആൻഡിന്റെ വില a സമം 8, n സമം 20. എത്രാമത്തെ പദമാണോ കാണേണ്ടത് അതാണ് n. അപ്പോൾ n സമം 20. d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം സമം 5. ഈ വിലകൾ നമ്മൾ ഇക്വേഷനിലേക്ക് ഇടുമ്പോൾ x 20 സമം 8 പ്ലസ് 20 മൈനസ് 1 ഇൻറ്റു 5. ഇതിൽ ബ്രാക്കറ്റിലുള്ള ക്രിയ ആദ്യം ചെയ്യണം. ബ്രാക്കറ്റിലുള്ളത് 20 മൈനസ് 1 സമം 19. അപ്പോൾ സമം 8 പ്ലസ് 19 ഇൻറ്റു 5. ഇതിൽ ഗുണനം ആദ്യം ചെയ്യണം. 19 ഇൻറ്റു 5 സമം 95. അപ്പോൾ 8 പ്ലസ് 95 സമം 103. ഇനി n-ാം പദം കാണാൻ ഇതേ ഇക്വേഷനിൽ a, n, d എന്നിവയുടെ വില നൽകുമ്പോൾ n-ന്റെ വില n തന്നെ നൽകി ക്രിയ ചെയ്യുക. അപ്പോൾ x n സമം a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്നത് 8 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 5 എന്നെഴുതാം. ശേഷം 8 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 5 എന്നതിൽ ബ്രാക്കറ്റിനുള്ളിലെ n മൈനസ് 1-നെ ബ്രാക്കറ്റിന് പുറത്തുള്ള 5 കൊണ്ട് ഗുണിക്കണം. അതിനുവേണ്ടി ആദ്യം ബ്രാക്കറ്റിനുള്ളിലെ n-നെ ആദ്യം 5 കൊണ്ട് ഗുണിക്കുമ്പോൾ n ഇൻറ്റു 5 സമം 5n. ശേഷം ബ്രാക്കറ്റിനുള്ളിലെ മൈനസ് 1-നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ മൈനസ് 5. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 8 പ്ലസ് 5n മൈനസ് 5. ഇതിനുശേഷം 8 ഇറക്കി എഴുതിയ ശേഷം 5n ഇടത്തോട്ട് കൊണ്ടുപോവുകയും മൈനസ് 5 വലത്തോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. അപ്പോൾ സമം 8 മൈനസ് 5 പ്ലസ് 5n എന്ന് കിട്ടുന്നു. ഇനി 8-ൽ നിന്ന് 5 കുറയ്ക്കുക. അപ്പോൾ 8 മൈനസ് 5 സമം 3. ഉത്തരം n-ാം പദം സമം 3 പ്ലസ് 5n. അടുത്ത ചോദ്യം, പൊതുവ്യത്യാസം 2 ആയ ഒരു സമാന്തര ശ്രേണി എഴുതുക. ഇങ്ങനെ ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ചെറിയ സംഖ്യ ആദ്യ പദമായി എഴുതുക. നമുക്ക് ഇവിടെ 3 ആദ്യ പദമായി എഴുതാം. ശേഷം പൊതുവ്യത്യാസമായി എടുക്കാൻ പറഞ്ഞ 2 ആദ്യ പദമായ 3-നോട് കൂട്ടി രണ്ടാമത്തെ പദവും അതിനോട് പൊതുവ്യത്യാസം കൂട്ടി മൂന്നാമത്തെ പദവും അതിനോട് പൊതുവ്യത്യാസം കൂട്ടി ഇങ്ങനെ ഓരോ പദങ്ങളും എഴുതിയാൽ സമാന്തര ശ്രേണി കിട്ടുന്നു. അടുത്ത ഒരു ചോദ്യത്തിൽ പൊതുവ്യത്യാസമോ ആദ്യ പദമോ ഒന്നും തരാതെ ഒരു സമാന്തര ശ്രേണി എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതാം എന്ന് നോക്കാം. ഇങ്ങനെ ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ സംഖ്യ ആദ്യ പദമായി എഴുതുക. ഇവിടെ നമുക്ക് 6 ആദ്യ പദമായി എടുക്കാം. ശേഷം അതിനോട് മറ്റൊരു ചെറിയ സംഖ്യയായ 3 പൊതുവ്യത്യാസമായി കൂട്ടാം. അപ്പോൾ ആദ്യ പദം 6, രണ്ടാം പദം 6 പ്ലസ് 3 സമം 9, മൂന്നാം പദം 9 പ്ലസ് 3 സമം 12, നാലാം പദം 12 പ്ലസ് 3 സമം 15. ഈ അധ്യായത്തിൽ അടുത്ത പ്രധാന ഭാഗം സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക കാണുക എന്നതാണ്. ആദ്യമായി 1, 2, 3, 4 ഇങ്ങനെ തുടർന്നു പോകുന്ന എണ്ണൽ സംഖ്യകളുടെ സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക എങ്ങനെ കാണാം എന്ന് നോക്കാം. എണ്ണൽ സംഖ്യകളുടെ സമാന്തര ശ്രേണിയാണ് 1, 2, 3 ഇങ്ങനെ തുടർന്നു പോയി xn വരെയുള്ളത്. xn എന്ന് പറഞ്ഞാൽ ആ സമാന്തര ശ്രേണിയിലെ അവസാനത്തെ പദം. ഇതിൽ n എന്നത് പദങ്ങളുടെ എണ്ണമാണെന്ന് നമുക്ക് അറിയാം. ഇതിൽ n പദങ്ങളുടെ തുക കാണുവാനുള്ള ഇക്വേഷനാണ് തുക സമം n/2 ഇൻറ്റു n പ്ലസ് 1. ഇതിൽ n എന്നത് പദങ്ങളുടെ എണ്ണം. അപ്പോൾ ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ n-ന്റെ സ്ഥാനത്ത് 20 ഇട്ട് ക്രിയ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ തുക സമം 20/2 ഇൻറ്റു 20 പ്ലസ് 1 എന്ന് വരും. ഇനി ബ്രാക്കറ്റിനുള്ളിലെ ക്രിയ ആദ്യം ചെയ്യുമ്പോൾ 20 പ്ലസ് 1 സമം 21. അതിനുശേഷം 20/2 ഇൻറ്റു 21 എന്ന് കിട്ടുന്നു. ഇനി 20-നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 10. അപ്പോൾ 10 ഇൻറ്റു 21 സമം 210 എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുകയാണ് 210. അടുത്ത ചോദ്യം, 1 മുതൽ തുടർച്ചയായി വരുന്ന എണ്ണൽ സംഖ്യാ ശ്രേണിയിലെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക കാണുക.
ആദ്യം ഇക്വേഷൻ എഴുതുക. തുക സമം n/2 ഇൻറ്റു n+1. ഇനി എന്നിന്റെ സ്ഥാനത്ത് 30 കൊടുത്ത് ക്രിയ ചെയ്യുമ്പോൾ തുക സമം 30/2 ഇൻറ്റു 30+1. ബ്രാക്കറ്റിലുള്ള ക്രിയ ആദ്യം ചെയ്യുമ്പോൾ 30+1 സമം 31. ഇനി 30നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 15. അപ്പോൾ 15 ഇൻറ്റു 31 സമം 465. അപ്പോൾ ഈ സമാന്തര ശ്രേണിയിലെ 30 പദങ്ങളുടെ തുകയാണ്, ആദ്യത്തെ 30 പദങ്ങളുടെ തുകയാണ് 465. ഇപ്പോൾ നാം പറഞ്ഞത് 1 മുതൽ തുടർന്നു വരുന്ന എണ്ണൽ സംഖ്യകളുടെ സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക കാണാനുള്ള വഴിയാണ്. എന്നാൽ ഈ ഇക്വേഷൻ നമുക്ക് എല്ലാ സമാന്തര ശ്രേണിയിലെയും പദങ്ങളുടെ തുക കാണുന്നതിന് ഉപയോഗിക്കാൻ കഴിയില്ല. ഏതൊരു സമാന്തര ശ്രേണിയിലെയും പദങ്ങളുടെ തുക കാണാൻ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഇക്വേഷനാണ് n/2 ഇൻറ്റു x1 പ്ലസ് xn. അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞ 1 മുതൽ തുടങ്ങുന്ന എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷനേക്കാൾ വളരെ പ്രധാനമായി ഓർത്തിരിക്കേണ്ട ഇക്വേഷനാണ് n/2 ഇൻറ്റു x1 പ്ലസ് xn. കാരണം ഇത് എല്ലാ സമാന്തര ശ്രേണിയിലെയും, അതായത് എണ്ണൽ സംഖ്യ ആയാലും ഏത് തരം സമാന്തര ശ്രേണി ആയാലും അതിലെ പദങ്ങളുടെ തുക കാണാൻ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അങ്ങനെയുള്ള ഒരു ഇക്വേഷനാണ് തുക സമം n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇതിൽ n എന്നത് തുക കാണേണ്ട പദങ്ങളുടെ എണ്ണത്തെയും x1 എന്നത് ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദത്തെയും xn എന്നത് അവസാന പദത്തെയും സൂചിപ്പിക്കുന്നു. ഉദാഹരണമായി 5, 9, 13, 17 ഇങ്ങനെ തുടർന്നു പോകുന്ന സമാന്തര ശ്രേണിയുടെ ആദ്യ 25 പദങ്ങളുടെ തുക കാണുക. ഇത് കാണുന്നതിന് ആദ്യം ഇക്വേഷൻ എഴുതുക. തുക സമം n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇതിൽ n സമം 25, അതായത് എത്ര പദങ്ങളുടെ തുകയാണോ കാണാൻ പറഞ്ഞത് അതാണ് n. ഇതിൽ ആദ്യ 25 പദങ്ങളുടെ തുക കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ n സമം 25. ഇനി x1 എന്നത് ആദ്യ പദം, അതായത് x1 സമം 5, സമാന്തര ശ്രേണിയിലെ ആദ്യ പദം. xn അഥവാ അവസാന പദം ഈ ചോദ്യത്തിൽ തന്നിട്ടില്ല, ഇത് നമ്മൾ കണ്ടെത്തണം. അവസാനത്തെ പദം എന്നത് 25ാമത്തെ പദമാണെന്ന് നമുക്കറിയാം, കാരണം 25 പദങ്ങളുടെ തുക കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 25ാമത്തെ പദം എങ്ങനെ കാണാം? ഒരു സമാന്തര ശ്രേണിയിലെ ഒരു നിശ്ചിത സ്ഥാനത്തെ പദം എത്രയാണെന്ന് കാണുന്നതിനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. അതാണ് xn സമം a പ്ലസ് n-1 ഇൻറ്റു d. ഇതിൽ and അഥവാ ആൻഡ് അതിന് വിലകൾ നൽകുമ്പോൾ 5 പ്ലസ് 25 മൈനസ് 1 ഇൻറ്റു 4. ബ്രാക്കറ്റിലുള്ള ക്രിയ ആദ്യം ചെയ്യുമ്പോൾ 25 മൈനസ് 1 സമം 24. അപ്പോൾ 5 പ്ലസ് 24 ഇൻറ്റു 4 ഇതിൽ ഗുണനം ആദ്യം ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ 5 പ്ലസ് 24 ഇൻറ്റു 4 96. 5 പ്ലസ് 96 സമം 101. ഇപ്പോൾ നമുക്ക് തുക കാണേണ്ട ഇക്വേഷനിലെ വിലകൾ എല്ലാം കിട്ടി. അതായത് n സമം 25, x1 സമം അഥവാ ആദ്യ പദം സമം 5, xn അഥവാ അവസാന പദം സമം 101. നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയ 101. ഇത് ഇക്വേഷനിൽ ഇടുമ്പോൾ തുക സമം 25/2 ഇൻറ്റു 5 പ്ലസ് 101 എന്ന് കിട്ടുന്നു. ബ്രാക്കറ്റിലുള്ള ക്രിയ ആദ്യം ചെയ്യുമ്പോൾ 5 പ്ലസ് 101 സമം 106. അപ്പോൾ 25/2 ഇൻറ്റു 106 എന്ന് കിട്ടും. 25/2 എന്ന് പറഞ്ഞാൽ 25നെ 2 കൊണ്ട് ഹരിക്കുക എന്നാണെന്ന് നമുക്കറിയാം. ഇവിടെ 25നെ 2 കൊണ്ട് ആദ്യം ഹരിച്ചാൽ 12.5 അഥവാ 12.5 വരും. അങ്ങനെ വന്നാൽ ഗുണനം ബുദ്ധിമുട്ടാകും, കാരണം പോയിന്റ് വരുമ്പോൾ അതിന്റെ ഗുണനം കൂടി നമ്മൾ അറിയണം. അതുകൊണ്ട് നമുക്ക് ആദ്യം 106നെ 2 കൊണ്ട് ഹരിച്ചതിന് ശേഷം 25 കൊണ്ട് ഗുണിക്കാം. 106നെ 2 കൊണ്ട് ഹരിക്കാൻ 106നെ പകുതിയാക്കിയാൽ മതി. അപ്പോൾ 106ന്റെ പകുതി 53. അപ്പോൾ തുക സമം 25 ഇൻറ്റു 53 സമം 1325. അടുത്ത ചോദ്യം 6, 8, 10, 12, 14, 16 എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക കാണുക. ആദ്യം തുക കാണുന്നതിനുള്ള ഇക്വേഷൻ എഴുതുക. തുക സമം n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇതിൽ n സമം പദങ്ങളുടെ എണ്ണം സമം 6. x1 എന്നാൽ ആദ്യ പദം, അത് 6. xn അഥവാ അവസാന പദം സമം 16.
അതായത് നമുക്ക് തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയിലെ അവസാന പദവും തന്നിട്ടുണ്ട്, അത് 16. അപ്പോൾ xn സമം 16. ഇനി ഈ വിലകൾ ഇക്വേഷനിലേക്ക് ഇടുമ്പോൾ 6/2 ഇൻറ്റു 6 + 16 എന്ന് കിട്ടും. ഇത് ക്രിയ ചെയ്യുമ്പോൾ, അതായത് ബ്രാക്കറ്റിലുള്ള ക്രിയ ആദ്യം ചെയ്യണം. അപ്പോൾ 6 + 16 സമം 22. അങ്ങനെ വരുമ്പോൾ 6/2 ഇൻറ്റു 22 എന്ന് കിട്ടുന്നു. ഇനി 6നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 3. അപ്പോൾ 3 ഇൻറ്റു 22 സമം 66. അപ്പോൾ തുക സമം 66. അടുത്ത ചോദ്യം 6, 13, 20 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യ 20 പദങ്ങളുടെ തുക കാണുക. ഈ ചോദ്യത്തിൽ തുക കാണുന്നതിനുള്ള ഇക്വേഷൻ തുക സമം n/2 × x1 + xn. ഇതിൽ പദങ്ങളുടെ എണ്ണം അഥവാ n-ഉം ആദ്യ പദം അഥവാ x1-ഉം ഈ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. പക്ഷേ അവസാന പദം അഥവാ xn നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൽ അവസാന പദം എന്നത് 20ാമത്തെ പദമാണ്. കാരണം 20 പദങ്ങളുടെ തുക കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ x20 സമം നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ഉപയോഗിക്കണം. അതായത് xn സമം a + n - 1 × d. ഇതിൽ a സമം 6, n സമം 20, d സമം പൊതുവ്യത്യാസം 13 - 6 സമം 7. അതായത് സമാന്തര ശ്രേണിയിലെ രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം. ഈ വിലകൾ ഇക്വേഷനിലേക്ക് ഇടുമ്പോൾ x20 സമം 6 + 20 - 1 × 7. ഇനി ബ്രാക്കറ്റിനുള്ളിലുള്ളത് ആദ്യം ചെയ്യണം. അപ്പോൾ 20 - 1 എന്നത് 19. അപ്പോൾ 6 + 19 × 7. ഇതിൽ ഗുണനം ആദ്യം ചെയ്യുമ്പോൾ 19നെ 7 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 133. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 6 + 133 സമം 139. ഇപ്പോൾ നമുക്ക് xn എത്രയാണെന്ന് കിട്ടി, അതായത് അവസാന പദം എത്രയാണെന്ന് കിട്ടി. ഇനി നമുക്ക് പദങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എടുക്കാം. തുക സമം n/2 × x1 + xn. n സമം 20, x1 അഥവാ ആദ്യ പദം സമം 6, xn എന്നത് നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയ 139. ഈ വിലകൾ ഇക്വേഷനിൽ ഇടുമ്പോൾ തുക സമം 20/2 × 6 + 139. ഇനി ബ്രാക്കറ്റിനുള്ളിലെ ക്രിയ ആദ്യം ചെയ്യുമ്പോൾ 6 + 139 സമം 145. 20നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 10. അപ്പോൾ 10 × 145 സമം 1450. അടുത്ത ചോദ്യം 6, 10, 14 ഇങ്ങനെ തുടർന്നു പോയി 86 എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക കാണുക. 6 എന്ന പദത്തിൽ തുടങ്ങി 86 എന്ന അവസാന പദത്തിൽ അവസാനിക്കുന്ന ഒരു സമാന്തര ശ്രേണിയാണ് കാണിച്ചിരിക്കുന്നത്. തുക കാണുവാനുള്ള ഇക്വേഷൻ തുക സമം n/2 × x1 + xn. ഇതിൽ നമുക്ക് വേണ്ട x1 അഥവാ ആദ്യ പദവും xn അഥവാ അവസാന പദവും ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് n അഥവാ പദങ്ങളുടെ എണ്ണം കണ്ടെത്തണം. ഇങ്ങനെ ചോദിക്കുമ്പോൾ അവസാന പദം കണ്ടെത്താനുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. ഇക്വേഷൻ xn സമം a + n - 1 × d. ഈ ഇക്വേഷനിലോട്ട് ചോദ്യത്തിൽ നിന്ന് ഓരോ സംഖ്യകളും എടുത്ത് അതതിന്റെ സ്ഥാനത്ത് ഇടാം. അതായത് xn സമം 86, a സമം ആദ്യ പദം 6, n സമം നമ്മൾ കണ്ടെത്തണം, d സമം 10 - 6 സമം 4. അപ്പോൾ 86 സമം 6 + n - 1 × 4. ഇത് ഒന്നുകൂടി ചുരുക്കി നമുക്ക് 86 സമം 6 + 4n - 4 എന്നെഴുതാം. അതായത് 4 കൊണ്ട് ബ്രാക്കറ്റിനുള്ളിലെ n - 1 ഗുണിച്ചപ്പോൾ 86 സമം 6 + 4n - 4 ആയി. ഇനി നമുക്ക് n എത്രയാണെന്ന് വളരെ എളുപ്പത്തിൽ കണ്ടെത്താം. ആദ്യം 86 സമം 6 ഇറക്കി എഴുതിയ ശേഷം +4n വലത്തോട്ട് മാറ്റുകയും -4 ഇടത്തോട്ട് മാറ്റുകയും ചെയ്യുക. അപ്പോൾ 86 സമം 6 - 4 + 4n എന്നാകും. ഇതിനെ നമുക്ക് ഒന്നുകൂടി ചുരുക്കി എഴുതാം. അതായത് സമത്തിന്റെ വലതുവശത്തുള്ള 6 - 4 ക്രിയ ചെയ്ത് 2 ആക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 86 സമം 2 + 4n എന്നാകും. അതായത് 6ൽ നിന്ന് 4 കുറക്കുമ്പോൾ 2. 2 + 4n. 86 സമം 2 + 4n. കണക്കിന്റെ ഈ സെക്ഷനുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വിശദീകരിച്ച് പറയാനുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആകും. എന്നാലും അത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് സമത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള സംഖ്യകൾ തുല്യമായിരിക്കുമെന്ന് നമുക്കറിയാം. ഇവിടെ സമത്തിന്റെ വലതുവശത്തുള്ള n-ന്റെ വില കണ്ടെത്തണമെങ്കിൽ
n മാത്രം വലതുവശത്ത് നിർത്തുകയും മറ്റുള്ള എല്ലാ സംഖ്യകളും ഓരോ സംഖ്യയ്ക്കും ബാധകമായ ക്രിയകൾ ചെയ്ത് മാറ്റുകയും അതേ സംഖ്യകൾ തന്നെ സമത്തിന്റെ ഇടതുവശത്തുള്ള സംഖ്യയിൽ നിന്ന് ക്രിയകൾ ചെയ്ത് മാറ്റുകയും ചെയ്യുമ്പോൾ അവസാനം സമത്തിന്റെ വലതുവശത്ത് n മാത്രമാവുകയും n-ന് തുല്യമായ സംഖ്യ സമത്തിന്റെ ഇടതുവശത്ത് അവശേഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് n സമം ഒരു സംഖ്യ എന്ന് കിട്ടുന്നു. അതാണ് n-ന്റെ വില. ഇവിടെ 86 സമം 2 + 4n എന്നതിൽ നിന്ന് n-ന്റെ വില കണ്ടെത്താൻ മേൽ പറഞ്ഞ പോലെ സമത്തിന്റെ വലതുവശത്ത് n മാത്രം നിർത്തുകയും ബാക്കിയുള്ള 2, 4 എന്നീ സംഖ്യകളെ അവയ്ക്ക് ബാധകമായ ക്രിയ ചെയ്ത് നീക്കുകയും ഇതേ സംഖ്യകൾ തന്നെ സമത്തിന്റെ ഇടതുവശത്തുള്ള 86-ൽ നിന്ന് ക്രിയ ചെയ്ത് നീക്കുകയും ചെയ്യുന്നു. ഇവിടെ സമത്തിന്റെ വലതുവശത്ത് 4n-നോട് കൂട്ടിയിരിക്കുന്ന 2 അവിടെ നിന്ന് നീക്കണമെങ്കിൽ ആ 2 കുറയ്ക്കണം. ഇതേ 2 തന്നെ n-ന്റെ ഇടതുവശത്തുള്ള 86-ൽ നിന്നും കുറയ്ക്കണം. അപ്പോൾ 84 സമം 4n എന്ന് കിട്ടും. ഇനി സമത്തിന്റെ വലതുവശത്തുള്ള 4n-ൽ നിന്ന് 4 മാറ്റാൻ 4 കുറയ്ക്കാൻ കഴിയില്ല. കാരണം 4 n-നോട് കൂട്ടുകയല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്, 4 കൊണ്ട് n-നെ ഗുണിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഗുണിച്ചിരിക്കുന്ന ഒരു സംഖ്യ നീക്കം ചെയ്യണമെങ്കിൽ അതേ സംഖ്യ കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ 4n-നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 4 നീക്കം ചെയ്യപ്പെടുന്നു. ഇതേ 4 കൊണ്ട് തന്നെ സമത്തിന്റെ ഇടതുവശത്തുള്ള 84-നെ ഹരിക്കുമ്പോൾ 21 കിട്ടുന്നു. അപ്പോൾ സമത്തിന്റെ ഇടതുവശത്ത് 21-ഉം വലതുവശത്ത് n-ഉം അവശേഷിക്കുന്നു. അങ്ങനെ n സമം 21 എന്ന് കിട്ടുന്നു. അപ്പോൾ n-ന്റെ വില 21. ഈ പ്രക്രിയ തന്നെയാണ് മറ്റൊരു വിധത്തിൽ ഇവിടെ പറയുന്നത്. അതായത് സമത്തിന്റെ വലതുവശത്ത് n മാത്രം നിർത്തുകയും ബാക്കിയുള്ള എല്ലാ സംഖ്യകളും സമത്തിന്റെ ഇടതുവശത്തേക്ക് കൊണ്ടുവരണം. ഇവിടെ 86 സമം 2 + 4n എന്നതിൽ ആദ്യം 4n-നോട് കൂട്ടിയിരിക്കുന്ന 2-നെ സമത്തിന്റെ ഇടതുവശത്തേക്ക് മാറ്റുമ്പോൾ 86-ൽ നിന്ന് കുറയ്ക്കണം. 86-ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 84. അപ്പോൾ 84 സമം 4n. ഇനി സമത്തിന്റെ വലതുവശത്തുള്ള 4n-ൽ നിന്ന് 4 സമത്തിന്റെ ഇടതുവശത്തേക്ക് മാറ്റണം. 4n എന്നാൽ 4 ഗുണനം n ആണ്. സമത്തിന്റെ വലതുവശത്ത് ഗുണിച്ചിരിക്കുന്നത് ഇടതുവശത്തേക്ക് മാറ്റുമ്പോൾ ഹരണമാകും. അപ്പോൾ 84 ഹരണം 4 സമം n ആകും. 84-നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 21 കിട്ടുന്നു. അപ്പോൾ 21 സമം n ആകും. അങ്ങനെ നമുക്ക് n-ന്റെ വില സമം 21 എന്ന് കിട്ടുന്നു. ഈ 2 രീതികളും ഒന്നു തന്നെയാണ്, മറ്റൊരു വിധത്തിൽ പറയുന്നുവെന്ന് മാത്രം. അതുകൊണ്ടാണ് 2 രീതിയിലും ചെയ്തപ്പോൾ നമുക്ക് ഒരേ ഉത്തരം കിട്ടിയത്. ഇനി നമുക്ക് ഈ സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക കാണാം. തുക സമം n/2 × x1 + xn. n സമം നമുക്ക് ഇപ്പോൾ കിട്ടിയ 21. x1 സമം, അതായത് ആദ്യ പദം സമം 6, xn സമം അവസാന പദം 86. ഈ സംഖ്യകൾ ഇക്വേഷനിൽ ഇടുമ്പോൾ തുക സമം 21/2 × 6 + 86. ഇതിൽ ബ്രാക്കറ്റിനുള്ളിലെ 86-ഉം 6-ഉം കൂട്ടുമ്പോൾ 92. ബ്രാക്കറ്റിനുള്ളിലെ ക്രിയ ആദ്യം ചെയ്യണം. അപ്പോൾ 86 + 6 സമം 92. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സമം 21/2 × 92. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ 2 കൊണ്ട് 21-നെയോ 92-നെയോ ഹരിക്കാം. ഏതെങ്കിലും ഒന്നിനെ മാത്രമേ ഹരിക്കാൻ കഴിയൂ. ഇവിടെ 92-നെ 2 കൊണ്ട് ഹരിച്ചിട്ട് 21 കൊണ്ട് ഗുണിക്കാം. 92-നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 46. അപ്പോൾ സമം 21 × 46 കിട്ടും. 21 × 46 സമം 966. അപ്പോൾ തുക സമം 966. അടുത്ത ചോദ്യം 6, 11, 16 എക്സെട്ര 151 എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക കാണുക. 6 എന്ന ആദ്യ പദത്തിൽ തുടങ്ങി 151 എന്ന അവസാന പദത്തിൽ അവസാനിക്കുന്ന ഒരു സമാന്തര ശ്രേണിയാണിത്. തുക കാണാനുള്ള ഇക്വേഷൻ തുക സമം n/2 × x1 + xn. ഇതിൽ നമുക്ക് വേണ്ട x1 അഥവാ ആദ്യ പദവും xn അഥവാ അവസാന പദവും ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് n അഥവാ പദങ്ങളുടെ എണ്ണം കണ്ടെത്തണം. ഇങ്ങനെ ചോദിക്കുമ്പോൾ അവസാന പദം കണ്ടെത്താനുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. ഇക്വേഷൻ xn സമം a + n - 1 × d. xn എന്നത് അവസാന പദം അഥവാ 151. അപ്പോൾ 151 സമം 6 + n - 1 × 5 എന്ന് ആകും.
ഈ ഇക്വേഷനിലോട്ട് ചോദ്യത്തിൽ നിന്ന് ഓരോ സംഖ്യകളും എടുത്ത് അതതിന്റെ സ്ഥാനത്ത് ഇടാം. അതായത് xn സമം 151, a സമം ആദ്യ പദം 6, n നമ്മൾ കണ്ടെത്തണം, t സമം പൊതുവ്യത്യാസം 11 - 6 സമം 5. അപ്പോൾ 151 സമം 6 പ്ലസ് n - 1 ഇൻറ്റു 5. ഇത് ഒന്നുകൂടി ചുരുക്കി നമുക്ക് 151 സമം 6 പ്ലസ് 5n - 5 എന്നെഴുതാം. അതായത് ബ്രാക്കറ്റിനുള്ളിലെ n - 1 5 കൊണ്ട് ഗുണിക്കും. ആദ്യം n-നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 5, അതിനുശേഷം -1-നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ -5. അങ്ങനെ 6 പ്ലസ് 5n - 5 നമ്മൾ ചുരുക്കി എഴുതുമ്പോൾ 151 സമം 6 പ്ലസ് 5n - 5 ആയി. ഇനി നമുക്ക് n എത്രയാണെന്ന് വളരെ എളുപ്പത്തിൽ കണ്ടെത്താം. ആദ്യം 151 സമം 6 ഇട്ട ശേഷം പ്ലസ് 5n വലത്തോട്ട് മാറ്റുകയും -5 ഇടത്തോട്ട് മാറ്റുകയും ചെയ്യുക. അപ്പോൾ 151 സമം 6 - 5 പ്ലസ് 5n എന്നാകും. ഇതിനെ നമുക്ക് ഒന്നുകൂടി ചുരുക്കി എഴുതാം. സമത്തിന്റെ വലതുവശത്തുള്ള 6 - 5 ക്രിയ ചെയ്ത് 1 ആക്കാം. അപ്പോൾ 151 സമം 1 പ്ലസ് 5n എന്നാകും. ഇനി നമ്മൾ ചെയ്യേണ്ടത് സമത്തിന്റെ വലതുവശത്ത് n മാത്രം നിർത്തുകയും ബാക്കിയുള്ള എല്ലാ സംഖ്യകളും സമത്തിന്റെ ഇടതുവശത്തേക്ക് കൊണ്ടുവരണം. ഇവിടെ 151 സമം 1 പ്ലസ് 5n എന്ന് കിട്ടി. എന്നതിൽ ആദ്യം 5n-നോട് കൂട്ടിയിരിക്കുന്ന 1-നെ സമത്തിന്റെ ഇടതുവശത്തേക്ക് മാറ്റുമ്പോൾ 151-ൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ 151 - 1 സമം 5n. 151-ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 150. അപ്പോൾ 150 സമം 5n. ഇനി സമത്തിന്റെ വലതുവശത്തുള്ള 5n-ൽ നിന്ന് 5 സമത്തിന്റെ ഇടതുവശത്തേക്ക് മാറ്റണം. 5n എന്നാൽ 5 ഗുണനം n ആണ്. സമത്തിന്റെ വലതുവശത്ത് ഗുണിച്ചിരിക്കുന്നത് ഇടതുവശത്തേക്ക് മാറ്റുമ്പോൾ ഹരണം ആകും. അപ്പോൾ 150 ഹരണം 5 സമം n ആകും. 150-നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 30 കിട്ടുന്നു. അപ്പോൾ 30 സമം n. അപ്പോൾ n-ന്റെ വില 30. ഇനി നമുക്ക് ഈ സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക കാണാം. തുക സമം n/2 ഇൻറ്റു x1 പ്ലസ് xn. ഈ ഇക്വേഷനുകൾ നമ്മൾ എപ്പോഴും കണക്ക് ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും എഴുതിയിരിക്കണം. കാരണം ഈ ഇക്വേഷന് മാർക്കുള്ളതാണ്. ഉത്തരം തെറ്റിയാലും ഇക്വേഷൻ എഴുതുന്നതിന് മാർക്ക് കിട്ടും. അപ്പോൾ n സമം നമുക്ക് ഇപ്പോൾ കിട്ടിയ 30, x1 അഥവാ ആദ്യ പദം സമം 6, xn അഥവാ അവസാന പദം സമം 151. ഈ സംഖ്യകൾ ഇക്വേഷനിൽ ഇടുമ്പോൾ തുക സം 30/2 ഇൻറ്റു 6 പ്ലസ് 151 എന്ന് കിട്ടുന്നു. ഇതിൽ ബ്രാക്കറ്റിനുള്ളിലെ ക്രിയ ചെയ്യുമ്പോൾ അതായത് 151 പ്ലസ് 6 കൂട്ടുമ്പോൾ 157. അങ്ങനെ വരുമ്പോൾ സമം 30/2 157 എന്ന് കിട്ടുന്നു. ഇവിടെ 30-നെ 2 കൊണ്ട് ഹരിച്ചിട്ട് 157 കൊണ്ട് ഗുണിക്കാം. 30-നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 15. അപ്പോൾ 15 × 157 എന്ന് കിട്ടും. 15 × 157 സമം 2355. അടുത്ത ചോദ്യം 4, 10, 16, 22 എക്സെട്ര 88 എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക കാണുക. ഇതിൽ 4 എന്ന ആദ്യ പദത്തിൽ തുടങ്ങി 88 എന്ന അവസാന പദത്തിൽ അവസാനിക്കുന്ന ഒരു സമാന്തര ശ്രേണിയാണിത്. തുക കാണാനുള്ള ഇക്വേഷൻ ആദ്യം എഴുതുക. തുക സമം n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇതിൽ നമുക്ക് വേണ്ട x1 അഥവാ ആദ്യ പദവും xn അഥവാ അവസാന പദവും ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് n അഥവാ പദങ്ങളുടെ എണ്ണം കണ്ടെത്തണം. ഇങ്ങനെ ചോദിക്കുമ്പോൾ അവസാന പദം കണ്ടെത്താനുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് പദങ്ങളുടെ എണ്ണം നേരത്തെ പറഞ്ഞ പോലെ കണ്ടുപിടിക്കണം. ഇക്വേഷൻ xn സമം a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. xn എന്നത് അവസാന പദം അഥവാ 88. അപ്പോൾ 88 സമം 4 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 6. ഈ ഇക്വേഷനിലോട്ട് ചോദ്യത്തിൽ നിന്ന് ഓരോ സംഖ്യകളും എടുത്ത് അതിന്റെ സ്ഥാനത്ത് ഇടുക. അതായത് xn സമം 88, a സമം ആദ്യ പദം 4, n സമം നമ്മൾ കണ്ടെത്തണം, d സമം പൊതുവ്യത്യാസം 10 - 4 സമം 6. അപ്പോൾ 88 സമം 4 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 6 എന്ന് കിട്ടുന്നു.
ഇത് ഒന്നുകൂടി ചുരുക്കി നമുക്ക് 88 സമം 4 പ്ലസ് 6n മൈനസ് 6 എന്നെഴുതാം. അതായത് ബ്രാക്കറ്റിനുള്ളിലെ n-1നെ 6 കൊണ്ട് ഗുണിച്ച് നമുക്ക് ചെറുതാക്കാം. ആദ്യം 6 കൊണ്ട് n-നെ ഗുണിക്കുക, അതിനുശേഷം -1നെ ഗുണിക്കുക. അപ്പോൾ 88 സമം 4 പ്ലസ് 6n മൈനസ് 6 എന്നെഴുതാം. അതായത് 6 കൊണ്ട് ബ്രാക്കറ്റിനുള്ളിലെ n-1നെ ഗുണിച്ചപ്പോൾ 88 സമം 4 പ്ലസ് 6n മൈനസ് 6 കിട്ടുന്നു. 88 സമം 4 പ്ലസ് 6n മൈനസ് 6. ഇനി നമുക്ക് n എത്രയാണെന്ന് വളരെ എളുപ്പത്തിൽ കണ്ടെത്താം. ആദ്യം 88 സമം 4 ഇറക്കി എഴുതിയ ശേഷം പ്ലസ് 6n വലത്തോട്ട് മാറ്റുകയും -6 ഇടത്തോട്ട് മാറ്റുകയും ചെയ്യുക. അപ്പോൾ 88 സമം 4 മൈനസ് 6 പ്ലസ് 6n എന്നാകും. ഇനി സമത്തിന്റെ വലതുവശത്തുള്ള 4ൽ നിന്ന് 6 കുറയ്ക്കണം. ഒരു ചെറിയ സംഖ്യയിൽ നിന്ന് ഒരു വലിയ സംഖ്യ കുറയ്ക്കുമ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചതിന് ശേഷം വലിയ സംഖ്യയുടെ ചിഹ്നം ഇടണം. ഇവിടെ 4ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ ആദ്യം വലിയ സംഖ്യയായ 6ൽ നിന്ന് 4 കുറയ്ക്കണം. അപ്പോൾ 2 കിട്ടുന്നു. ശേഷം വലിയ സംഖ്യയായ 6ന്റെ ചിഹ്നം ഏതാണ് എന്ന് നോക്കുക. അതായത് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നോക്കുക. ഒരു സംഖ്യയുടെ ഇടതുവശത്ത് കാണുന്ന ചിഹ്നമായിരിക്കും എപ്പോഴും ആ സംഖ്യയുടെ ചിഹ്നം. ഒരു സംഖ്യയ്ക്ക് ചിഹ്നമൊന്നും കാണുന്നില്ലെങ്കിൽ ആ സംഖ്യയുടെ ചിഹ്നം പ്ലസ് ആയിരിക്കും. ഇവിടെ 6 എന്ന സംഖ്യയുടെ ഇടതുവശത്ത് കാണുന്ന ചിഹ്നം മൈനസ് ആണ്. അപ്പോൾ 6ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ 2, വലിയ സംഖ്യയായ 6ന്റെ ചിഹ്നം മൈനസ്. അപ്പോൾ 4ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ -2. അപ്പോൾ 88 സമം -2 പ്ലസ് 6n എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് സമത്തിന്റെ വലതുവശത്ത് n മാത്രം നിർത്തുകയും ബാക്കിയുള്ള എല്ലാ സംഖ്യകളും സമത്തിന്റെ ഇടതുവശത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുക. ഇവിടെ 88 സമം -2 പ്ലസ് 6n എന്നതിൽ ആദ്യം സമത്തിന്റെ വലതുവശത്തുള്ള -2 സമത്തിന്റെ ഇടതുവശത്തേക്ക് പോകുമ്പോൾ +2 ആകും. അപ്പോൾ 88 പ്ലസ് 2 സമം 6n എന്ന് കിട്ടുന്നു. 88നോട് 2 കൂട്ടുമ്പോൾ 90. അപ്പോൾ 90 സമം 6n എന്ന് കിട്ടുന്നു. ഇനി സമത്തിന്റെ വലതുവശത്തുള്ള 6nൽ നിന്ന് 6 സമത്തിന്റെ ഇടതുവശത്തേക്ക് മാറ്റണം. 6n എന്നാൽ 6 ഗുണനം n ആണ്. സമത്തിന്റെ വലതുവശത്ത് ഗുണിച്ചിരിക്കുന്നത് ഇടതുവശത്തേക്ക് മാറ്റുമ്പോൾ ഹരണമാകും. അപ്പോൾ 90 ഹരണം 6 സമം n ആകും. 90നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ 15 കിട്ടുന്നു. അപ്പോൾ 15 സമം n. അപ്പോൾ n-ന്റെ വില 15. ഇനി നമുക്ക് ഈ സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക കാണാം. തുക സമം n/2 × x1 പ്ലസ് xn. x1 സമം 4, xn സമം അവസാന പദം 88. ഈ സംഖ്യകൾ ഇക്വേഷനിൽ ഇടുമ്പോൾ തുക സമം 15/2 × 4 പ്ലസ് 88 എന്ന് കിട്ടുന്നു. സമം 15/2 × 92. ബ്രാക്കറ്റിനുള്ളിലെ 88ഉം 4ഉം കൂട്ടുമ്പോൾ 92. അപ്പോൾ 15/2 × 92. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ 2 കൊണ്ട് 15നെയോ 92നെയോ ഹരിക്കാം. ഏതെങ്കിലും ഒന്നിനെ മാത്രമേ ഹരിക്കാൻ കഴിയൂ. ഇവിടെ 92നെ 2 കൊണ്ട് ഹരിച്ചിട്ട് 15 കൊണ്ട് ഗുണിക്കാം. 92നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 46. അപ്പോൾ സമം 15 × 46 സമം 690. അടുത്ത ചോദ്യം 11, 22, 33, 44 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണുക. ആദ്യം ഇക്വേഷൻ എടുത്തെഴുതുക. തുക സമം n/2 × x1 പ്ലസ് xn. n സമം 10. ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ n സമം 10. x1 അഥവാ ആദ്യ പദം സമം 11. xn എന്നത് നമ്മൾ a പ്ലസ് n-1 × d എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടെത്തണം. പക്ഷേ ഇതിൽ ആദ്യ പദവും പൊതുവ്യത്യാസവും ഒരേ സംഖ്യ തന്നെയാണ്. അതായത് ആദ്യ പദം 11, പൊതുവ്യത്യാസം 11. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദവും പൊതുവ്യത്യാസവും ഒരേ സംഖ്യ തന്നെയായാൽ n-ആം പദം കാണാൻ n-ഉം d-യും തമ്മിൽ ഗുണിച്ചാൽ മതി. n സമം 10, d സമം 11. അപ്പോൾ 10-ആം പദം സമം 10 × 11 സമം 110. ഇനി പദങ്ങളുടെ തുക കാണാം. തുക സമം n/2 × x1 പ്ലസ് xn. n സമം 10, x1 സമം ആദ്യ പദം 11, xn സമം അവസാന പദം 110. തുക സമം 10/2 × 11 പ്ലസ് 110. അതായത് ഇക്വേഷനിലോട്ട് നമുക്ക് കിട്ടിയ വിലകൾ ഇടുമ്പോൾ
തുക സമം 10/2, അതായത് n/2 എന്നത് 10/2, x1 എന്നത് 11, xn 110. അപ്പോൾ x1 പ്ലസ് xn എന്നത് 11 പ്ലസ് 110. അങ്ങനെ വരുമ്പോൾ 10/2 ഇൻറ്റു 11 പ്ലസ് 110 സമം 10/2 ഇൻറ്റു 121. ബ്രാക്കറ്റിനുള്ളിൽ ക്രിയ ചെയ്യുമ്പോൾ 11 പ്ലസ് 110 സമം 121. അങ്ങനെ വരുമ്പോൾ സമം 10/2 ഇൻറ്റു 121. ഇതിൽ ആദ്യം 10നെ 2 കൊണ്ട് ഹരിച്ച ശേഷം 121 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ 10/2 സമം 5. തുക സമം 5 ഇൻറ്റു 121. 121നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ തുക സമം 605. അടുത്ത ചോദ്യം 1, 6, 11, 16 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണുക. ഈ ചോദ്യത്തിൽ തുക കാണുന്നതിനുള്ള ഇക്വേഷൻ തുക സമം n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇതിൽ പദങ്ങളുടെ എണ്ണം അഥവാ n-ഉം ആദ്യ പദം അഥവാ x1-ഉം ഈ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. പക്ഷേ അവസാന പദം അഥവാ xn നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൽ അവസാന പദം എന്നത് 10ാമത്തെ പദമാണ്. കാരണം 10 പദങ്ങളുടെ തുക കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ x10 സമം നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അതായത് xn സമം a പ്ലസ് n-1 ഇൻറ്റു d. ഇതിൽ a സമം 1, n സമം 10, പൊതുവ്യത്യാസം d സമം 6 - 1 സമം 5. ഈ വിലകൾ ഇക്വേഷനിലോട്ട് ഇടുമ്പോൾ x10 സമം 1 പ്ലസ് 10 - 1 ഇൻറ്റു 5. അതായത് 1 എന്നത് ആദ്യ പദം, 10 എന്നത് n, 5 എന്നത് പൊതുവ്യത്യാസം. അപ്പോൾ x10 എന്നത് 1 പ്ലസ് 10 - 1 ഇൻറ്റു 5. ഇതിൽ ബ്രാക്കറ്റിനുള്ളിലുള്ളത് ആദ്യം ചെയ്യുമ്പോൾ 10 - 1 എന്നത് 9. അപ്പോൾ 1 പ്ലസ് 9 ഇൻറ്റു 5 എന്ന് കിട്ടും. ഇതിൽ ഗുണനം ആദ്യം ചെയ്യുമ്പോൾ 9നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 9 × 5 45. അപ്പോൾ 1 പ്ലസ് 45 സമം 46. ഇപ്പോൾ നമുക്ക് xn എത്രയാണെന്ന് കിട്ടി, അഥവാ അവസാന പദം കിട്ടി. ഇനി നമുക്ക് പദങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എടുക്കാം. തുക സമം n/2 ഇൻറ്റു x1 പ്ലസ് xn. n സമം 10, x1 സമം ആദ്യ പദം 1, അവസാന പദം xn സമം 46. ഈ വിലകൾ ഇക്വേഷനിൽ ഇടുമ്പോൾ തുക സമം 10/2 ഇൻറ്റു 1 പ്ലസ് 46. 10 എന്നത് n, 46 എന്നത് അവസാന പദം. ഈ വിലകൾ ഇക്വേഷനിൽ ഇടുമ്പോൾ തുക സമം 10/2 ഇൻറ്റു 1 പ്ലസ് 46. ഇതിൽ ബ്രാക്കറ്റിനുള്ളിലെ ക്രിയ ആദ്യം ചെയ്യുമ്പോൾ 1 പ്ലസ് 46 സമം 47. അപ്പോൾ 10/2 ഇൻറ്റു 47 എന്ന് കിട്ടുന്നു. അതിനുശേഷം 10നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 5. അങ്ങനെ വരുമ്പോൾ 5 × 47 സമം 235 എന്ന് കിട്ടുന്നു. അടുത്ത ചോദ്യം 4, 9, 14, 19 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണുക. ഈ ചോദ്യത്തിൽ തുക കാണുന്നതിനുള്ള ഇക്വേഷൻ തുക സമം n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇതിൽ പദങ്ങളുടെ എണ്ണം അഥവാ n-ഉം ആദ്യ പദം അഥവാ x1-ഉം ഈ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. പക്ഷേ അവസാന പദം അഥവാ xn നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൽ അവസാന പദം എന്നത് 10ാമത്തെ പദമാണ്. കാരണം 10 പദങ്ങളുടെ തുക കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ x10 സമം നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. അതായത് xn സമം a പ്ലസ് n-1 ഇൻറ്റു d. ഇതിൽ a സമം 4, ആദ്യ പദം 4, n സമം 10, d അഥവാ പൊതുവ്യത്യാസം സമം 9 - 4 സമം 5. ഈ വിലകൾ ഇക്വേഷനിലോട്ട് ഇടുമ്പോൾ x10 സമം 4 പ്ലസ് 10 - 1 ഇൻറ്റു 5. ഇനി ബ്രാക്കറ്റിനുള്ളിലുള്ളത് ആദ്യം ചെയ്യണം. അപ്പോൾ 10 - 1 എന്നത് 9 എന്ന് കിട്ടും. അപ്പോൾ 4 പ്ലസ് 9 ഇൻറ്റു 5. ഇതിൽ ഗുണനം ആദ്യം ചെയ്യണം. 9നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 45. അപ്പോൾ 4 പ്ലസ് 45 സമം 49. ഇപ്പോൾ നമുക്ക് xn എത്രയാണെന്ന് കിട്ടി. ഇനി നമുക്ക് പദങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എടുക്കാം. തുക സമം n/2 ഇൻറ്റു x1 പ്ലസ് xn. n സമം 10, x1 സമം ആദ്യ പദം 4, xn സമം അവസാന പദം 49. ഈ വിലകൾ ഇക്വേഷനിൽ ഇടുമ്പോൾ തുക സമം 10/2 ഇൻറ്റു
4a+49. അതിനുശേഷം ബ്രാക്കറ്റിനുള്ളിലെ ക്രിയ ആദ്യം ചെയ്യുമ്പോൾ 4a+49 53. അപ്പോൾ 5 × 53 കിട്ടുന്നു. അതായത് 10നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 5. അപ്പോൾ 5 × 53 265 എന്ന് കിട്ടുന്നു.